ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സദ്യയിൽ ഒഴിവാക്കാനാവാത്ത ഒരു വിഭവമാണ് ഈ മാങ്ങാക്കറി. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാറിനെ ഞങ്ങൾ മാങ്ങാക്കറി എന്നാണ് പറയുക കേട്ടോ. സാധാരണ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ മാങ്ങാക്കറി തയ്യാറാക്കുന്നത്. ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ വരാൻ പോണത്. വിഷു സദ്യയ്ക്ക് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ മാങ്ങാക്കറി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കിയ ഉടൻ തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഈ മാങ്ങാക്കറി അല്ലെങ്കിൽ മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. തീരെ പുളി കുറഞ്ഞതും അല്ല, നല്ലോണം പുളിയുള്ളതും അല്ല. ഇനി ഈ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. മാങ്ങ നുറുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം മാങ്ങ ഇതുപോലെ നീളത്തിൽ നുറുക്കിയെടുക്കണം. ആ നുറുക്കിയെടുത്ത മാങ്ങ കഷ്ണത്തിന് വീണ്ടും ഒന്നും കൂടി നടുമുറിച്ചെടുക്കുക. അതിനുശേഷം അതിനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ശേഷം അതിനെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. എത്ര ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നുറുക്കണം. ഞാനിത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയെടുത്തത്. ഇതിലും ചെറുതാക്കി നുറുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നുറുക്കിയെടുത്ത കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പുപൊടി ചേർത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിൽ നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ അച്ചാറുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇതിലിനി നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലിതാ നല്ലോണം വെള്ളമുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി, മുളക് പൊടി എടുത്ത അതേ സ്പൂണിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പം തന്നെ നല്ല മണമാണ്. മുളക് പൊടിയുടെയും കായത്തിൻ്റെയും ഉലുവപ്പൊടിയുടെയും എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് 2 സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട്, മിനിമം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി അച്ചാറായിട്ടുണ്ട്. ഈ അച്ചാർ ഒരുപാട് വെള്ളം പോലെ അല്ല ഇരിക്കുക, അതിങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇത് സദ്യയിൽ ഇലത്തുമ്പത്ത് വിളമ്പുന്ന അച്ചാറാണ്. ഇതിങ്ങനെ വിളമ്പാൻ പറ്റുന്ന രീതിയിൽ കട്ടിക്കാണ് ഈ അച്ചാർ ഇരിക്കുക. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ശരിയായ പാകം. ഈ അച്ചാർ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യോടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇത് വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കിയ അച്ചാറായതുകൊണ്ട് തന്നെ ഇത് അധിക ദിവസം എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഒരു 4-5 ദിവസം കൊണ്ട് ഇത് കഴിച്ചു തീർക്കണം. ഇനി അതിൽ കൂടുതൽ ദിവസം എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ആഴ്ചയൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അല്ലാതെ പുറത്ത് വെച്ചിട്ടാണ് ഈ അച്ചാർ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം 5 ദിവസം, 2-3 ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അഥവാ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒരു 4-5 ദിവസം മാക്സിമം ഇതിരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയുടെ ഒരു കാറൽ മണം വരും. അതുകൊണ്ട് 4-5 ദിവസത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ അച്ചാറുണ്ടാക്കി നിങ്ങളുടെ വിഷു സദ്യയിൽ ഇലയുടെ തുമ്പത്ത് ഈ ഒരു അച്ചാർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അച്ചാറാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വിഷു സദ്യയ്ക്ക് ഉണ്ടാക്കുക.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.